മേളം തപ്പുകുഴൽ വിളിനാദം തക 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 തരികിട മേളം തയ്യൽ നാദസ്വരം പുലികളിയാട്ടം ഇത് എന്റെ നാട് ഭൂമി മലയാളം മാമല നാട് മലയാള നാട് മാവലി വാണൊരു നാട് മുണ്ടുമടക്കി മീശ പിരിച്ച് ചങ്ക് വിരിച്ചൊരു പോക്ക്. ട്യൂണി എന്നാണ് പേര്. ഈ യാത്രയിൽ ഒരുപാട് പുതിയ ആളുകളെ പരിചയപ്പെടാൻ പറ്റി. അപ്പം അങ്ങനെയാണ് എന്നെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് കൂടുതലായിട്ട് അറിയേണ്ടത് നിങ്ങൾ ഓരോരുത്തരെയാണ്, നിങ്ങളുടെ പാഷൻ, നിങ്ങൾ എങ്ങനെ ഈ ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ ഭാഗമായി, ഇതൊക്കെയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ അത് തന്നെയാണ് പ്രേക്ഷകരിലേക്കും അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ലിസണേഴ്സിലോട്ടൊക്കെ എത്തിക്കാനും ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ മാനേജറായ, ലൈവ് പെർഫോമൻസ് മാനേജറായ ജേസൺ ചേട്ടനിൽ നിന്ന് തുടങ്ങിയാലോ? തീർച്ചയായും. വാട്ട് ഈസ് ബാക്ക് ബെഞ്ചേഴ്സ്? എന്താണ് ബാക്ക് ബെഞ്ചേഴ്സ്? ഞാൻ ജസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ മുമ്പ് മെൻഷൻ ചെയ്ത പോലെ തന്നെ ലിമറിക്കിൽ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയാൻ ഞങ്ങൾ ഇപ്പം വി സ്റ്റാൻഡ്, വി ഹാവ് എ നെയിം, വി ഹാവ് പബ്ലിസിറ്റി, നന്നായിട്ട് ഒരു നല്ല ആൾക്കാർ അയർലൻഡിൽ ഇഷ്ടപ്പെടുന്ന ഒരു ബാൻഡ് എന്ന് പറയാം. വി സ്റ്റാർട്ടഡ് ബാക്ക് ഇൻ 2026. അന്ന് ലിമറിക്കിലുള്ള 2016 ലിമറിക്കിലുള്ള ഞങ്ങൾ ഒരു കൂട്ടം സുഹൃത്തുക്കൾ മ്യൂസിക്കിനോടുള്ള പാഷനും കൊണ്ട് ഞങ്ങൾ അവിടെ ഈ പറഞ്ഞ അസോസിയേഷനും ഒക്കെയാണല്ലോ നമുക്ക് ഒത്തുകൂടാനും ഇങ്ങനെയുള്ള ടാലൻസ് ഷോക്കേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. അന്ന് അങ്ങനെ കൂടി ഒരു കൂട്ടം ഒരു ബന്ധം ഉണ്ടായി. അവിടുന്ന് ഞങ്ങൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് ഓവർ ദ ടൈം ഒത്തിരി ടാലൻസ് കഴിവുള്ള ഓരോരുത്തരും അതിലേക്ക് കടന്നു വന്ന് ഇന്നിപ്പം ഈ ഒരു ടീമുമായിട്ട് ഞങ്ങളിവിടെ നിൽക്കുന്നു. അത് രണ്ട് ടീമല്ല, മീൻസ് ഞങ്ങളുടെ ലൈവ് ഒരു ബാൻഡിന്റെ ഒരു ഗ്യാങ് ഉണ്ട്, അതുപോലെ തന്നെ കരിയോക്കി ചെയ്യുന്ന ഒരു ഗ്യാങ് ഉണ്ട്. അപ്പം ഞങ്ങൾ ആണ് അതിന്റെ ബാക്ക് ബെഞ്ചേഴ്സിന്റെ ലൈവ് ടീം. ഓക്കെ, അപ്പൊ ഞാൻ ഇനിയും കാണാനിരിക്കുന്നു കുറെ പേരെ. തീർച്ചയായും. കൊള്ളാം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ, ഞാൻ സിംഗറായിട്ടാണ് പരിചയപ്പെട്ടത് അല്ലേ, ഇതാണ് നമ്മുടെ സിംഗർ എന്ന് പറഞ്ഞിട്ടാണ് ജേസൺ ചേട്ടൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ എന്ത് പറയുന്നു, പേരും കൂടെ പറയണം കേട്ടോ. എൻ്റെ പേര് ഷെജിൻ ജോഷി. ഞാൻ 2021 അയർലൻഡിൽ വന്നതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ മാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി വന്ന ഇവിടെ ഡബ്ലിനിൽ. ഞാൻ ഡബ്ലിൻ ബേസ്ഡ് ആണ്. മാസ്റ്റേഴ്സ് ഫിനിഷ് ആയി അല്ലേ? മാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തു, 2022 തന്നെ ഫിനിഷ് ചെയ്തു. പിന്നെ ഇപ്പോൾ ഞാൻ കറൻ്റ്ലി ബാങ്ക് ഓഫ് അമേരിക്കയിൽ വർക്ക് ചെയ്യാം. അടിപൊളി. അപ്പോൾ അതിനിടയിൽ നമുക്ക് പിന്നെ എൻ്റെ നാട്ടിലുള്ളൊരു മെയിൻ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരാളാണ് ഇരിക്കുന്നത്, നമ്മുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആൾ, ആബിർ ലൂക്ക. അപ്പം ഞാൻ വന്ന ആ ഒരു ഗ്യാപ്പിൻ്റെ സമയത്ത് തന്നെ ഞാൻ അവനോടും ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. സോ ഹി വാസ് ഓൾസോ ഏബിൾ ടു കം ഇൻ ദ നെക്സ്റ്റ് ഇയർ. സോ അപ്പോൾ അങ്ങനെ പുള്ളിയും വന്നു നെക്സ്റ്റ് ഇയർ. അപ്പോൾ അങ്ങനെ വന്ന ഗ്യാപ്പിൽ ഇവൻ ലിമറിക് ബേസ്ഡ് ആണ് താമസിച്ചത്. അപ്പം അങ്ങനെ ഇവന് ബന്ധമുണ്ടായി ബാക്ക് ബെഞ്ചേഴ്സ് ഗ്യാങ്ങുമായിട്ട്. അങ്ങനെ ഇവൻ എന്നെ ഒരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്തു. അപ്പം അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു, സിങ്കായി. ഇപ്പം ഇത് കപ്പിൾ ഓഫ് ഇയേഴ്സ് ഡൗൺ ദ ലൈൻ വി ആർ ഹിയർ. സോ അപ്പം ഒത്തിരി നല്ല ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ഡെഫിനറ്റ്ലി ഇവരിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പം ഐ ക്യാൻ സേ ആസ് ഹി ഓൾറെഡി മെൻഷൻഡ്, നമ്മളൊരു നല്ല പൊസിഷനിലാണ് ഇപ്പോൾ 2025 നിൽക്കുന്നത്. സോ നമുക്ക് ഇനി ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാനുള്ള പിന്നെ പോർഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമ്മളിനി ഡെഫിനറ്റ്ലി പാച്ചപ്പ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു. അപ്പോൾ അടുത്ത് നമുക്ക് ആരെ പരിചയപ്പെടേണ്ടത്? ഇത് ജുഷാണ്. ഞാൻ വൺ ഓഫ് ദി ഫൗണ്ടിങ് മെമ്പേഴ്സാണ് ജേസിൻ്റെ കൂടെ. പിന്നെ ഇവിടെ മെയിൻസിൻ്റെ കൂടെയൊക്കെ ഫൗണ്ടിങ് മെമ്പേഴ്സിൽ ഒരാളാണ്. 2016 ജേസൻ പറഞ്ഞു പോലെ ഞാൻ പ്രൊഫഷണലി ഞാനൊരു പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഞാൻ പിന്നെ ഫാഷൻ ആണ് എനിക്ക് സോങ്ങിനോട് വളരെ പാഷനുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഗ്രൂപ്പായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ വളർന്ന് പന്തലിച്ച് വലിയൊരു റിയലി ലൈക്ക് നല്ലൊരു എക്സ്പോഷർ കിട്ടിയിട്ടുള്ള ഒരു ബാൻഡായി. ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ ബാൻഡ് ആൻഡ് റിയലി പ്രൗഡ് ഓഫ് ദി ബോയ്സ് ആസ് വെൽ. എന്താ പറയുക, സോ ഇവിടം വരെ എത്തി നിൽക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല നമ്മളുടെ പ്രേക്ഷകരുടെ എല്ലാം ഒരു സപ്പോർട്ടും കൂടെ ഉണ്ട്. അത് നമുക്ക് വീണ്ടും വേണം, നമുക്ക് തുടർന്ന് വേണം. എന്നാലും നമുക്ക് രണ്ട് വശത്തു നിന്നുള്ള ഒരു അപ്രോച്ച് നമുക്ക് വേണം. നമുക്ക് നമ്മളെ ലൈക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ വന്നിട്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയുമ്പോൾ ഓരോ ഫീഡ്ബാക്കിനും നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അതിനുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. So we have come a long way and I think it has been an amazing experience. എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. So അതാണ് അപ്പോൾ I'm saying like I'm really proud of my boys. പിന്നെ ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ
ഞാൻ വോക്കലിസ്റ്റാണ്. അപ്പം ഓവർ ടു മേജർ. പേര് വീട്ടും പേര് വൈപ്പള്ളി. മേജർ എന്നുള്ള പേര് വന്നത് ഒരു തമാശയായിട്ട് പറയുന്നതാണ്. മെയ് മാസത്തിൽ ജനിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ബാൻഡ് 2016 ഒരുമിച്ച് ഇതിൽ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അതോടൊപ്പം ഇവരെല്ലാവരും വന്നു ചേർന്നപ്പോൾ ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ പേര് മാറ്റി ഫ്രണ്ട് ബെഞ്ചേഴ്സ് ആവാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ ഞങ്ങൾ വേറെ കുറേ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും നല്ല ആർട്ടിസ്റ്റുകളാണ്. അവരെല്ലാവരും ഇതേപോലെ ഒരുമിച്ച് ഒരേ മനസ്സുകൾ ഒത്തുചേർന്ന് ഞങ്ങൾ ശബ്ദ തരംഗങ്ങളെ ഒരു ദീർഘ തരംഗങ്ങളാക്കി മാറ്റും എന്ന എല്ലാവിധ ഉറപ്പും നേർന്നുകൊണ്ട്. മേജന് എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഹസ്ബൻഡ് ഫ്രണ്ടാണ്. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും സംസാരിക്കുന്ന ആളാന്ന് അറിയില്ലായിരുന്നു. ആകെ അറിയാവുന്ന ഭാഷ ബാഡ്മിന്റന്റെ ഭാഷയെന്ന് മാത്രമേ അറിയില്ലായിരുന്നു. ഇത് തന്നെയാണ്. പിന്നെ ഇനി വീണ്ടും നല്ല രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പല സ്റ്റേജുകളിലും കാണണം, കണ്ടുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ എളിയ വാക്കുകൾ അവസാനിപ്പിക്കും. നമുക്ക് അടുത്ത ആളെ പരിചയപ്പെട്ടാലോ? ക്യാപ്റ്റൻ അല്ലേ? ക്യാപ്റ്റൻ അല്ല, കപ്പലില്ലാണ്ട് ഇത്രയും വലിയൊരു സംഭവം പിന്നെ കപ്പലായിട്ട് കാണാലോ. പിന്നല്ലാണ്ട് അത് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ലൈക്ക് പീപ്പിൾ ക്യാൻ തിങ്ക് ദാറ്റ് ഓൾ ദിസ് കംസ് ഈസി, ബട്ട് ഈ ബാൻഡ് ഇപ്പം നിൽക്കുന്നത് ഓരോരുത്തരെയും എഫേർട്ടാണ്, ഹാർഡ് വർക്ക് ആൻഡ് എഫേർട്ടാണ്. So yeah, I'm very proud of where we are at the moment. Pinna like the one thing about our band is like it's unique. Like എന്താ പറയുക, എല്ലാവരും ഭയങ്കര സിംഗിൾ ആവുന്നത്. സോ ലൈക്ക് എനിക്ക് കൂടുതൽ എങ്ങനെ പറഞ്ഞു, ലൈക്ക് I'm not like a person who can talk to me, can express my emotions and stuff. But then yeah, like I'm at a good place, I can say that. Okay. So yeah. അയർലൻഡിൽ എപ്പോ വന്നു അതൊന്നും പറഞ്ഞില്ല. സോ അയർലൻഡ് ശരിക്കും പറഞ്ഞ പോലെ തന്നെ ഞാൻ 2022 ലാസ്റ്റ് ഒക്ടോബറിലാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഷെജിൻ അതിന് മുന്നേ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഹി വാസ് ലൈക്ക് യു മസ്റ്റ് കം ഹിയർ. സോ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഞാനിവിടെ ലിമറിക്കിൽ UL ആണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാണ്, ഒരു ഓഡിറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നു ലിമറിക്കിൽ. ഞാൻ ഇക്കാൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. So the thing is very connected. Like ഷെജിൻ കാരണമാണ് ഞാൻ ഇവിടെ എത്തിയത്, and ഞാൻ കാരണമാണ് ഷെജിൻ ഈ ഒരു ബാൻഡിലോട്ട് വന്നത്. So it's all interconnected. അങ്ങനെ പറയുമല്ലോ, ഒരേ വൈബുള്ളവരെ എപ്പോഴെങ്കിലും കണക്ട് ആവുന്നത്. നിമിത്തം എന്ന് പറയാം. Everything has a reason towards it. കൂടേണ്ടവര് തമ്മിൽ കൂടും. പിന്നെ മ്യൂസിക്കിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. മ്യൂസിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അത് പെട്ടെന്ന് അടുപ്പിക്കും. ഫ്രണ്ട്സിനെ ആയാലും ആളുകളെ ആയാലും എല്ലാം മറന്നിട്ട് അല്ലേ? ഇറ്റ്സ് ലൈക്ക് എ മാജിക്. ലാംഗ്വേജ് അത് പലർക്കും പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന് പറയും അല്ലേ? It is definitely a universal language, but then it has different interpretations and different viewpoints for different people. But then, yeah, I think it is a way of expressing love, I can say, and emotions. I would say it is a good thing, but like again, there are some different aspect towards it. So yeah, that's it. Okay, thank you. അടുത്ത ആള്. എൻ്റെ പേര് സനു എന്നാണ്. ഹലോ സനു. ഞാൻ ഡ്രമ്മറാണ്. ഓക്കെ. ലൈക്ക് ഞാൻ 2021 ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ നമുക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുള്ളൂ. അപ്പോൾ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഒരു പണിയില്ല, ചുമ്മാ ഇങ്ങനെ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. പക്ഷെ ഭയങ്കര ബോറിംഗ് ആണ് ലൈഫോട് വന്നപ്പോൾ. അപ്പോൾ ഞാനും എബിനും കൂടെ എൻ്റെ വീടിൻ്റെ ആറ്റിക്കിലിരുന്ന് ചുമ്മാ തുടങ്ങിയ പരിപാടിയാണ് ഇപ്പോൾ ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന ബാൻഡിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കണം. അത് എങ്ങനെയൊക്കെയോ എല്ലാരെയും കണ്ടുമുട്ടി. അതെങ്ങനെ കണ്ടുമുട്ടി, എവിടുന്ന് തുടങ്ങിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വൈബാണോ അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ജെയ്സൺ ചേട്ടൻ എവിടെയൊക്കെയോ വെച്ച് കണ്ടു. കളിക്കാൻ പോകുമ്പോൾ ജെയ്സൺ ചേട്ടൻ എവിടെയോ ഗ്രൗണ്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ജെയ്സൺ ചേട്ടനാണ് ബാക്ക് ബെഞ്ചറിന്റെ മാനേജറാണെന്നൊന്നും എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഒരു ദിവസം ജെയ്സൺ ചേട്ടൻ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു, സനു ഞാനിങ്ങനെ നിന്റെ നമ്പർ എനിക്ക് കിട്ടിയതാണ്, ഞാൻ നിന്നൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട് എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. അപ്പോൾ ആ ഗ്രൂപ്പിൽ ആബിറുണ്ട്, ഷെജിനുണ്ട്. ഇവരും എനിക്ക് പേഴ്സണലി ആരും അറിയില്ല. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ആ ഗ്രൂപ്പ് അങ്ങനെ ഡെഡായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കുറേ നാള്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ആബിർ എനിക്ക് മെസ്സേജ് അയച്ചു, നമുക്ക് തുടങ്ങണ്ടേ, നമുക്കൊരു ജാമ്യം ഇരിക്കണം. എപ്പോഴാണ് വിളിച്ചു, ഞാൻ ഫ്രീ ആണ്, എപ്പോൾ വേണേ വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ
സ്റ്റിൽ അത് അങ്ങനെ കിടന്നു. അപ്പോൾ ഞാനും എബിനും കൂടിയിട്ട് എബിൻ കീബോർഡ് വായിക്കുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ വീടിന്റെ അടുത്താണ് ഇവൻ താമസിക്കുന്നത്. പക്ഷെ ഇടയ്ക്ക് കാണും, വർത്താനം പറയുന്നല്ലാണ്ട് കീബോർഡ് വായിക്കുന്നൊന്നും എനിക്കറിയില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പോ എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ലൈക്ക് ജേസിനേട്ടൻ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിറ്റി പരിപാടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ജെബിൻ പറഞ്ഞു ഞാൻ കീബോർഡ് വായിക്കും, ചേട്ടൻ ഡ്രംസ് എടുക്കും എന്ന് വെച്ചിട്ട് അങ്ങനെ ചുമ്മാ തുടങ്ങിയൊരു പരിപാടി. അവിടുന്ന് ആരൊക്കെയോ മുഖേന ഞങ്ങൾ ജേസിൻ ചേട്ടനെ അറിഞ്ഞു, ജേസിൻ ചേട്ടൻ ത്രൂ ബാക്ക് ബെഞ്ചേഴ്സിനെ അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എത്തിപ്പെട്ടു എന്നാണ്. അതെ, ഇപ്പോ 2 year ആയി ഓൾമോസ്റ്റ്. ഞങ്ങൾ ഇങ്ങനെ ആസ് എ ബാൻഡ് യൂണീക് സിംഗിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ പോട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്ത ആളെ പരിചയപ്പെടാം. ഹലോ, എൻ്റെ പേര് ഷിബുൻ എബ്രഹാം, ഗിറ്റാറിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അയർലൻഡിൽ വന്നിട്ടൊരു 2021 നീനയിലാണ് ടിപ്പററി. എന്നിട്ട് ഫസ്റ്റ് എന്താ പറയുക, കോളേജിൽ വെച്ചിട്ട് ലാസ്റ്റ് നിർത്തിയതായി ഗിറ്റാർ പരിപാടി. എല്ലാവർക്കും ഈ കഥയുണ്ട്. സ്കൂളിലും കോളേജിലും ഒക്കെ ആയിട്ട് നമ്മൾ നല്ല ഒരു പീക്ക് ലെവലായിരുന്നു. പിന്നെ വർക്ക് ലോട്ടായി, ജോലി കിട്ടി, പിന്നെ അതെല്ലാം അങ്ങനെ ഒരു ഫെയ്ഡ് ഔട്ടായി. പിന്നെ മാരേജ് ആയി, പിന്നെ വൈഫ് ഇങ്ങോട്ട് വന്നു, പിന്നെ ഞാനിങ്ങോട്ട് വന്നു, കൊച്ചായി. പിന്നെ അങ്ങനെ ചെയ്യാൻ നേരത്ത് ഏതൊരു അങ്ങനെയാണ് ഈ സനുവിനെയും എബിനെയും ഞാൻ ആദ്യം ഫസ്റ്റ് ഇവൻ്റെ ആറ്റിക്കിൽ പരിചയപ്പെടുന്നത്. അവിടുന്ന് പിന്നെ ഇതിൽ ലാസ്റ്റ് ഇയർ ജേസൻ ചേട്ടൻ്റെ ഒരു കോൾ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ പിന്നെ ഒരു ഗ്രൂപ്പിൽ ആഡ് ആയിട്ട് നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പം ജേസിൻ്റെ ഒരു ലൈക്ക് ജിക്സോ പസിൽ ഓരോരോ കറക്റ്റ് പീസിനെ സെലക്ട് ചെയ്തെടുത്ത് നമ്മളൊരിങ്ങനെ ഒരു ടീം ഉണ്ടാക്കി. ബിക്കോസ് എല്ലാവരും ഒരു ഡിഫറെൻറ്റ് ഏരിയയിലാണ്. ഷിജിൻ്റെ ഡബ്ലിൻ, സനുമബിൻ ന്യൂ കാസൽ, നീന, ബാക്കിയുള്ള ലിംബ്രയ്ക്ക്. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്നൊക്കെ ഇപ്പം നമ്മളൊരു കോർഡിനേഷൻ ഉള്ള ഒരു കോർഡിനേറ്റർ പോലെ എല്ലാത്തിനെയും എല്ലാം സെറ്റ് ചെയ്ത് ഒരു ബാൻഡാക്കി ഒരു 2 yearsൻ്റെ ഒരു റിസൾട്ട് ഉണ്ട്. വി ക്യാൻ സേ ദാറ്റ് വി അച്ചീവ്ഡ് സംതിങ്, ബട്ട് യു ഹാവ് സ്റ്റിൽ മോർ ടു ഗോ. എനിക്കൊരു കാര്യം മനസ്സിലായി, ഗ്രൂപ്പിലെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു. എല്ലാവരും ഒരു പെറ്റായിട്ട് ഞാനിപ്പോൾ ഇവിടെ LIT ഇലമെന്ററി പഠിക്കണം. ഞാൻ ഒരു കുറെ ഇവരെല്ലാം സംസാരിച്ച് പഠിക്കുമ്പോൾ ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു വെക്കുമായിരുന്നു. ബട്ട് സനു 50% എന്ന് പറഞ്ഞു. എനിക്ക് മാത്രമല്ല, ലൈക്ക് സനു സൈഡ് ഞാനിവിടെ വന്ന് ഞാനും സെയിം അവസ്ഥ. ഞാൻ 1 വർഷം ഗ്യാപ്പ് ഇയർ എടുത്ത് വീട്ടിൽ വെറുതെ ഇരിക്കുന്നു, ഒന്നും ചെയ്യാനില്ല, ലൈക്ക് കംപ്ലീറ്റ്ലി ബോർഡും. അങ്ങനെ ഒരു ദിവസം സഞ്ജയുടെ വീട്ടിൽ പോയപ്പോൾ ഞാനൊരു ഡ്രംസ് എടുത്തുവിടുക എന്നും പറഞ്ഞ് എന്നെ ആറ്റിക്കിലേക്ക് വിളിക്കുക. ഞാൻ ചെന്നപ്പോൾ ലൈക്ക് എനിക്കറിയാം ചെല്ല ഒട്ടും നമ്മൾ പാർട്ടിയോട് സംസാരിച്ചു. ബട്ട് അന്ന് ഡ്രംസ് കയറിയ ആദ്യം ഞാൻ വിളിച്ചു ലൈക്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവിടെ ഉള്ള ലൈക്ക് ആഗ്രഹമാണെങ്കിലും ഷിജനാണെങ്കിലും ദേ ഹാവ് എക്സ്പീരിയൻസ് വിത്ത് മ്യൂസിക് ആൻഡ് സ്റ്റഫ്. എനിക്കങ്ങനെ വലിയ ഇതേ ഇല്ല. ഞാൻ കീബോർഡ് പഠിച്ചിട്ടില്ല, ജസ്റ്റ് സെൽഫ് കുറച്ച് പഠിച്ചിട്ടുള്ളൂ. സോ സനു ഇപ്പൊ പഠിക്കുന്നുണ്ടോ? കൂടുതലായിട്ട് പഠിക്കുന്നുണ്ടോ? അങ്ങനെ ഇരുന്നപ്പം സനു ലൈക്ക് ഞാൻ വന്ന് എഫോർട്ട് ഇട്ടേനെ കണ്ടു. എന്നെ വഴക്ക് പറഞ്ഞുള്ള സനു. എനിക്ക് ഭയങ്കര മടിയാണ് ഇതിലേക്ക് എഫോർട്ട് ഇട്ടത്. അപ്പം സനു ആയിരുന്നു ആദ്യം പറഞ്ഞത് എന്നാ പേര് വാങ്ങിക്കുക, കീബോർഡ് വാങ്ങിക്കുക, ഇങ്ങനെയല്ല ഒരു ഒരെണ്ണം വാങ്ങിക്കും. ഞാൻ അങ്ങനെ വാങ്ങിച്ച് ഞങ്ങൾ സച്ചിൻ്റെ ആറ്റിക് അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കായിരുന്നു വലിയ സിഗ്നിഫിക്കൻസ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ജാം ചെയ്തിട്ടുള്ള സബ്ജക്റ്റിൻ്റെ ആറ്റിക്കാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ജാം തുടങ്ങി. പിന്നെ ഒരു പരിപാടിക്ക് ലൈക്ക് സഞ്ജന പറഞ്ഞാൽ ബാക്കിയെല്ലാം നടന്നു. ബട്ട് പിന്നെ ബാക്ക് ബെഞ്ചേഴ്സിലേക്ക് എത്തി. ആ ഒരു ടൈം പീരീഡ് ഇന്ന് വരെ എത്തിയിരിക്കുന്നത് എൻ്റെ ലൈക്ക് മ്യൂസിക്കലി എനിക്ക് വലിയൊരു ലീപ്പായിരുന്നു. ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. ലൈക്ക് ആവറിനെ ആദ്യം കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. ലൈക്ക് ആവർ ഈസ് ദിസ് മൈസ്ട്രോ. ഞാൻ ചെല്ലും പിയാനെ കിടന്ന് മരിക്കുന്ന ഒരാളാണ്. ഞാൻ വിചാരിച്ചു അങ്ങനെ ഇരുന്ന് അങ്ങനെ ലൈക്ക് ഈ ഒരു ടൈം ലിമിറ്റ് ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്കിപ്പോഴും ഞാനൊരു 1.5 വർഷം മുമ്പ് എന്നോട് ഒന്ന് പറയുക യു വിൽ ബി പ്ലേയിങ് ഇൻ ദ ബാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് മെനി പീപ്പിൾ ഇൻ 2 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒന്ന് പോയത് എന്ന് ഞാൻ പറഞ്ഞു. ബട്ട് ഇറ്റ് കംപ്ലീറ്റ്ലി ലൈക്ക് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇറ്റ് ഫീൽസ് ഇമ്പോസിബിൾ. ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഈസ് ലൈക്ക് ഈ ഞാൻ പറഞ്ഞ ഈ കോൺസെപ്റ്റ് ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് വഴിയാണ് കിട്ടിയത്. ആൻഡ് ഐ എം ഹാപ്പി വെൻ ഐ
Even പറയാൻ പറഞ്ഞ Yeah, he's not just a he's not just a keyboardist, he's a rapper and one and only rapper I think I whole can say island. is a അടിപൊളി. rapper. അപ്പൊ ഇത് കാണാമല്ലേ? വേറൊരു വൈബിലാണ് Of course, in the handshake. maybe surprise ഉണ്ടാവാം. ഹലോ. എൻ്റെ പേര് ജോസഫ്. ഞാൻ ഗിറ്റാറിസ്റ്റാണ് ബാക്ക് ബെഞ്ചസിൽ. ഞാനാണ് എനിക്ക് തോന്നുന്ന ഈ ബാൻഡിലെ ഏറ്റവും റീസെൻറ്റ് മെമ്പർ. ഓക്കെ. ഞങ്ങളുടെ വേണ്ടി വന്നിട്ട് ലാസ്റ്റ് സെപ്റ്റംബർ വന്നു. ഒരു വർഷം ആവുന്നേ ഉള്ളൂ ഞങ്ങളുടെ യുവലി മാസ്റ്റേഴ്സ് ചെയ്യുന്നു. അപ്പം ഞാൻ നാട്ടിലും ഇങ്ങനെ ചെറിയ ബാൻഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ അല്ലെങ്കിൽ വന്നപ്പോഴത്തേക്ക് അത് റോപ്പോസ് എന്ന് പറഞ്ഞൊരു ഒരു അപ്കമിങ് ബാൻഡ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ അയർലൻഡിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തൊരു കാര്യവും ഇങ്ങനെ ഒരു ബാൻഡിൻ്റെ കൂടെ ഒന്ന് പെർഫോം ചെയ്യുന്നതായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭയങ്കര റാൻഡമായിട്ട് ഈ മനുഷ്യനെ എബിനെ ഞാൻ പരിചയപ്പെട്ടു. ഭയങ്കര റാൻഡമായിട്ട് പരിചയപ്പെട്ടു. ചുമ്മാ ഞങ്ങൾ മ്യൂസിക്കിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ വായിക്കുന്നൊക്കെ പറഞ്ഞത്. ഗിത്താറിൻ്റെ ഒരു കാര്യം ചോദിച്ചു തുടങ്ങിയത്. ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും പുള്ളിയാണ് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ചെയ്തിട്ട് ഒന്ന് ജാം ചെയ്യാൻ വരുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എബിനും എന്നെ ആബറും കൂടെ വന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ ജാമൊക്കെ ചെയ്ത് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ ഗ്രൂപ്പിലോട്ട് അത് പക്ഷേ ഇതുവരെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് നമുക്കുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ എല്ലാവരും പരിചയപ്പെട്ടു. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ എത്രമാത്രം പാഷനേറ്റ് ആണ്. എനിക്കും അതുപോലെ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കും ഒരുപാട് ഇഷ്ടമാണ്. ഞാനും ചില കാര്യങ്ങൾ അതുപോലെ തന്നെ കാണുന്ന ആളാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ കഥ പറയുമ്പോൾ എനിക്കും കുറെ ഓർമ്മകൾ വരുന്നുണ്ട്. അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എനിക്കും പറയാൻ തോന്നുന്നുണ്ട്. എന്തായാലും സമയത്തിന്റെ പരിമിതി കൊണ്ട് എനിക്ക് ഇനി അടുത്തതായിട്ട് ചോദിക്കേണ്ടത്, നിങ്ങളൊക്കെ ഓരോരോ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരാണ്, സിംഗറാണ്. ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് വായിക്കോ? DJ ആണ്. ഓക്കെ. അപ്പൊ സ്വന്തം ബാക്ക് മേജറിന്റെ DJ ആണോ? ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളോടൊക്കെ ഇപ്പൊ ഒരു പെട്ടെന്നൊരു പെർഫോം ചെയ്യാൻ പറഞ്ഞു എന്തായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്? ലൈക്ക് എല്ലാവരുടെയും മനസ്സിലൊരു ഇതുണ്ടാവുമല്ലോ, കൈൻഡ് ഓഫ് സിംഗിൾ പോയിന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. എന്നോട് ഒരു പെർഫോമൻസ് ചോദിച്ചാൽ, മ്യൂസിക്കിനെ പറ്റി ചോദിച്ചാൽ ഞാൻ ഇതായിരിക്കും ചെയ്യാൻ പോണത്, അങ്ങനെ എന്തെങ്കിലും ഗിറ്റാറിസ്റ്റ് ചെയ്തോ? നമ്മുടെ ആ മൈക്രോഫോൺ നമുക്ക് പയ്യെ കൊടുക്കാം. അന്ന് ടീഷർട്ടില് ഇത് ഇപ്പൊ ഈ ചോദിച്ചൊരു ചോദ്യമല്ല. ആക്ച്വലി എപ്പോഴും എല്ലാവരും മ്യൂസീഷ്യന് പറ്റുന്ന ഒരു കാര്യം, ലൈക്ക് ഓൺ ദ സ്പോട്ടിൽ ഇരുന്ന് തന്നെ ബ്ലാങ്ക് ആയി പോകുന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ വല്ലാത്തൊരു ചോദ്യമാണോ ചോദിച്ചത്? ഇറ്റ്സ് വെരി സിമ്പിൾ അല്ലേ, ഒരു പാട്ട് പാടാനായിരിക്കും പറയുന്നുണ്ട്, അപ്പൊ അത് പെട്ടെന്ന് ചോദിക്കുമ്പോണ്ടല്ലോ ബ്ലാങ്ക് ആയി പോകും. അപ്പോ ആൾക്കാർ വിചാരിക്കുന്നത് അഹങ്കാരമാണ്. പക്ഷെ ഐ ജസ്റ്റ് വാണ്ട് ടു സേ ദിസ് ഇൻ ദിസ് പ്ലാറ്റ്ഫോം, അതൊരു അഹങ്കാരമായിട്ടല്ല, ലൈക്ക് നമ്മൾ ബ്ലാങ്ക് ആയിട്ട് പോകുന്നത് കംപ്ലീറ്റ്ലി. അതായത് ഷെജിനോട് ചോദിക്കാൻ എനിക്ക് ഷെജിൻ ചെയ്യാം. എന്നാ പിന്നെ ഒരു പാട്ടും അതിന്റെ കൂടെ ഒരു ഗിറ്റാർ മ്യൂസിക്കും കൂടെ യെസ്, നമുക്കതിലാക്കാം. മൈക്കാണോ? ഇല്ല പാടുന്നു പ്രിയരാഗങ്ങൾ ശീലിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ കോതി തീരാതെ ഹൃദയം കണ്ണെത്താ ദൂരത്തെ കൺചിമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രി തൻ വാതിൽ ആകാശമേ
ദാറ്റ് ബ്യൂട്ടിഫുൾ സോങ്. നമുക്കപ്പോൾ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ, ഇന്റർവ്യൂ ഒക്കെ നിർത്തിയിട്ട് വേഗം നമുക്ക് സ്റ്റേജിലോട്ട് പോയാൽ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് കൂടുതൽ ഇനി അറിയാനായി ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പറഞ്ഞു ഒത്തിരി നമ്മൾ ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ട് ഇവിടെ എത്തിയത്. 2025 ഓൾ ടുഗദർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫോർ എവറിബഡി. പക്ഷേ ഈ യാത്രയിൽ ഇനിയുള്ള എന്തെങ്കിലും നല്ല പ്രോജക്ട്സ് നിങ്ങൾക്ക് പറയാൻ താല്പര്യമുണ്ടോ? അപ്കമിങ് പ്രോജക്ട്സ് എന്ന് പറയാൻ ജൂണി ഒത്തിരി ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ എനിക്ക് തോന്നുന്നു ഇവരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് നടക്കുന്നെന്ന് പറയുന്നത് ചില്ലറ പണിയൊന്നുമല്ല. അതെന്താണെന്നറിയോ, അപ്പൊ അതൊരു പോസിറ്റീവായിട്ട് ഞാൻ പറഞ്ഞത്. കാരണം ഈ ബാൻഡിന്റെ സക്സസിന്റെ ഏറ്റവും വലിയൊരു റീസൺ എനിക്ക് തോന്നുന്നു എല്ലാവരും സ്ട്രോങ് ഒപ്പീനിയൻ ഉള്ളവരാ, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. അപ്പം അത് ഭയങ്കര ഒരു ചാലഞ്ചാണ്. അവരുടെ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യിക്കുക എന്ന് പറയുന്നത്, അവർ കോമ്പീറ്റ് ചെയ്യുന്ന അവരോട് തന്നെ. ഓരോ പെർഫോമൻസും കഴിഞ്ഞാൽ ഓഡിയൻസ് ഭയങ്കര പോസിറ്റീവായിട്ട് പറഞ്ഞാൽ പോലും ഇവരെ ഒന്ന് എനിക്ക് ഹാപ്പി ആയിട്ട് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ വീണ്ടും അന്നേരം ആ മൊമെന്റിൽ ഹാപ്പി ആയിരിക്കും, പിന്നെ ഇരുന്നിട്ട് നെക്സ്റ്റ് സെക്കൻഡിൽ അടുത്ത ദിവസം ഇരുന്ന് നമ്മൾ പ്രാക്ടീസിനിരിക്കും, വീണ്ടും അതിൽ എന്തൊക്കെ ഫ്ലോസ് ആയിരുന്നു നമുക്ക് ലാസ്റ്റ് ഷോയിൽ പറ്റി എന്നുള്ളത് നോക്കിയിട്ട് വീണ്ടും എന്ത് ഇമ്പ്രൂവ്മെന്റ്സ് അതിൽ വരുത്താം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പാണ്. അത് ഒരു ചാലഞ്ചുമാണ്, ബട്ട് ഇറ്റ് ഈസ് എ പോസിറ്റീവ് തിങ് ആസ് വെൽ. അതാണ് നമ്മുടെ സക്സസിന്റെ ഏറ്റവും വലിയൊരു റീസൺ ആയിട്ട് ഞാൻ കാണുന്നത്. ടൂണി ചോദിച്ച ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ഓൺ ഷോസ് 1-2 പേര് നമ്മളെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഓൺ ഷോ നടത്താൻ. അതുപോലെ ഒരു യൂറോപ്പ് ട്രിപ്പിന് വേണ്ടിയിട്ടും ഉള്ള ടോക്സ് നടക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി ആഗ്രഹങ്ങൾ പറയാൻ ഒത്തിരി ഉണ്ട്. കാരണം അതുപോലെ ടാലന്റായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് കൂടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ധൈര്യമുണ്ട് ഇവരെ വെച്ച് എന്തും ചെയ്യാമെന്നല്ല, മീൻസ് അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചാലഞ്ച്. കാരണം അവർ ഇവിടെ മാത്രം നിൽക്കേണ്ടവരല്ല, എല്ലാവരും ഭയങ്കരമായിട്ട് ഹൈലി ടാലന്റഡ് ആണ്. അത് കാണുമ്പോൾ സന്തോഷമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞങ്ങൾ പണ്ട് തുടങ്ങിയപ്പം ഞങ്ങൾ ഒട്ടും പ്രൊഫഷണലും അല്ലായിരുന്നു. നമ്മൾ സെൽഫ് ലേൺഡും ആ പാഷൻ്റെ പുറത്ത് ചെയ്തതാണ്. അവിടുന്ന് ഇന്ന് ഇതുപോലെ ടാലന്റഡ് ആയിട്ടുള്ള, അത് ഇവര് മാത്രമല്ല, അല്ലെങ്കിൽ ഒത്തിരിയും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ടൂണി. നമുക്ക് ഒത്തിരി പേരുണ്ട്. നമുക്ക് ഇതുപോലെ ഒത്തിരി ബാൻഡ്സ് വരുന്നുണ്ട്. അത് നല്ലതാണ്. ഒത്തിരി ബാൻഡ്സ് വരുമ്പോൾ ഒത്തിരി നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവരിപ്പോൾ ഓരോരുത്തരും പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ, അവര് നാട്ടിൽ എൻഗേജ്ഡ് ആയിരുന്നു, അതിൽ പാഷനായിരുന്നു. ഇവിടെ വന്ന് ഫാമിലി ലൈഫ്, ജോലി അതൊക്കെ ആയി കഴിഞ്ഞിട്ട് അതൊരു സൈഡിലാക്കി വെച്ച് ഒതുങ്ങി നിൽക്കുകയായിരുന്നു ടൂണി മുമ്പേ പറഞ്ഞ പോലെ. പക്ഷെ അവർ തിരിച്ചതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് വലിയൊരു നല്ല കാര്യമാണ്. അപ്പം അതാണ് ഞങ്ങളുടെ പ്രോജക്ട്സ്. ഡെഫിനറ്റീവായിട്ടൊന്നും അനൗൺസ് ചെയ്യുന്നില്ല, കാരണം എപ്പോഴും ഇതിൽ ഒരു സീക്രസി ഉണ്ടല്ലോ, അതുകൊണ്ട്. ബട്ട് ദർ ആർ എ ലോട്ട് ഓഫ് പ്രോജക്ട്സ് അപ്കമിങ് ആൻഡ് ഇറ്റ്സ് ഓൾ ഫോർ ദി ഗുഡ്, ഐ തിങ്ക്. ഓക്കെ, താങ്ക് യു ജേസൺ ചേട്ടാ. ഞാൻ മനസ്സിലാക്കുന്നു എല്ലാത്തിനും ഒരു സീക്രസി ഉണ്ട്, നമ്മളതിൽ വർക്കിൽ വരുന്ന കാര്യമാണല്ലോ. എങ്കിലും നിങ്ങൾ പറഞ്ഞല്ലോ ഫ്യൂച്ചർ പ്രോജക്ട്സ് ഉണ്ടെന്ന്, സോ അത് സന്തോഷം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പറഞ്ഞു ഇവരെ കോർഡിനേറ്റ് ചെയ്യുന്നതാണ് ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പോൾ അത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെ. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇത്രയും സന്തോഷത്തോടു കൂടി ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇരുന്നത് ഈ കഥ പറയാൻ പറ്റുന്നത് നമ്മളെല്ലാം ഫുൾ ടൈം ജോബ് ചെയ്ത് വേറൊരു സ്ഥലത്ത് നിന്ന് നമുക്കൊരു ഇൻകം ഉള്ളതുകൊണ്ടാണ്. എൻ്റെ കോൺഫിഡൻസ് ഇവിടെ ഇരിക്കുമ്പോഴും അത് തന്നെയാണ്. ഐ ഹാവ് എ ജോബ്. അത് ഞാൻ നന്നായി ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് എൻ്റെ പാഷൻ ഫോളോ ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ആ ഒരു ജോലി എന്ന് പറയുന്ന സാധനം കിട്ടിയപ്പോഴാണ് നിങ്ങൾക്കും കോൺഫിഡൻസ് വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കാര്യത്തിൽ എല്ലാവരും എന്താ പറയുക, ഐറോയിനോട് ഒരുപാട് നന്ദി പറയണമെന്ന് തോന്നുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു അതൊരു പാഷൻ, അത് ഉള്ളിനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയില്ല. അതാണ് ഞാനിപ്പോൾ നിങ്ങളിൽ നിന്നെല്ലാം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം. ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ് പറയാനുണ്ടോ അതില്? യോജിക്കുന്നു. തീർച്ചയായിട്ടും അത് വലിയൊരു ഫാക്ടറാണ്. ടൂണി പറഞ്ഞ കാര്യം വലിയൊരു ഫാക്ടറാണ്. നമുക്ക് പാഷൻ ഉണ്ട്, ബട്ട് ആ പാഷനെ ഫോളോ ചെയ്യണമെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. അത് ഈ ഒരു ഗ്രൂപ്പിൽ എല്ലാവരും പല സ്റ്റേജിൽ കൂടെ, അത് എനിക്ക് തോന്നുന്നു ഇപ്പം ഐ ക്യാൻ കോൺഫിഡൻ്റ്ലി സേ നമ്മൾ ഒരു ഫാമിലി പോലെയായി. അപ്പം ഇവർ മാത്രമല്ല, ഇവരുടെ ഫാമിലീസ് ഇപ്പോൾ ഇന്നത്തെ ഷോയ്ക്ക് അതെല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് മീറ്റ് ചെയ്യാറുണ്ട് എല്ലാവരും ഫാമിലി ആയിട്ടും. അപ്പം അങ്ങനെ ഒരു റിലേഷനും ഉണ്ടായി, ഒരു ഫാമിലി പോലെ ആയി എല്ലാവരും. അത് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വലിയൊരു ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, എനിക്ക് തോന്നുന്നു മറ്റു ബാൻഡ്സും അല്ലെങ്കിൽ മ്യൂസിക് അല്ലെ ഡാൻസ്, ഇങ്ങനെയുള്ള ഓരോ പാഷനുമായിട്ട് ഫോളോ ചെയ്ത് നടക്കുന്ന എല്ലാ ഗ്രൂപ്പിനും അറിയാം
ഫിനാൻഷ്യലി ഇതൊട്ടും വയബിൾ അല്ല, അല്ലെങ്കിൽ അതിൽ നിന്നൊരു പ്രോഫിറ്റ് ഒന്നുമില്ല. കാരണം ഓരോരുത്തർക്ക് ഈ ഒരു ഷോ അല്ലെങ്കിൽ ഒരു സീസണിലേക്കുള്ള സെറ്റ് ലിസ്റ്റ് നമ്മൾ റെഡി ആക്കണമെങ്കിൽ എത്ര പ്രാക്ടീസ് സെഷൻ ഇരിക്കുന്നതാണ്. ഷെജിൻ ഹാസ് ടു കം ഫ്രം ഡബ്ലിൻ, ബാക്കി ഓരോരുത്തരും പല സ്ഥലങ്ങളിൽ നിന്ന് ട്രാവൽ ചെയ്ത് എല്ലാ വീക്കെൻഡ്സും വന്ന് നമ്മൾ ഹോള് റെൻറ്റിനെടുത്ത് ആ പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചറിൽ ഇരുന്നാണ് പ്രാക്ടീസ്. അതെല്ലാം നല്ല എക്സ്പെൻസ് ഉള്ളതാണ്. അപ്പം ഒരു ഷോ ഒന്നും ചെയ്താൽ അല്ലെങ്കിൽ എത്ര ഷോ ചെയ്താലും നമുക്കത് ഒരിക്കലും ഒരു പ്രോഫിറ്റബിൾ ഒരു ബിസിനസ്സോ അങ്ങനെ കാണാൻ പറ്റത്തില്ല. ജസ്റ്റ് ആർട്ടിനെ ഇഷ്ടപ്പെടുന്നു, അതിനെ ഫോളോ ചെയ്യുന്നു എന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ, എല്ലാവരും ഒരുമിച്ച് തലയാട്ടുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓഫൊക്കെ നേരത്തെ ബുക്ക് ചെയ്തോ അതോ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? നിങ്ങൾ എല്ലാവരും നേരത്തെ പ്ലാനായിട്ട് എല്ലാം പ്രിപ്പയർഡ് ആയിരുന്നല്ലോ? എല്ലാം അഡ്ജസ്റ്റ് ഫ്ലൈ ചെയ്ത് വന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ഇനിയിപ്പോ ഈ 4 പേരുടെ കല്യാണം കഴിഞ്ഞ് കാണണം എന്നുള്ളൊരു ആഗ്രഹം. കാരണം അപ്പോഴാണ് അവർക്ക് ആ ബുദ്ധിമുട്ട് അതൊന്നും മനസ്സിലാവുന്നത്. അല്ല, മേജർ വന്നപ്പോ എന്താ പറയാമെന്ന് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ പറയല്ലോ, നമ്മൾ ഒരാളുടെ മുഖത്ത് കൂടുതൽ സന്തോഷം കാണുമ്പോൾ നമ്മൾ പറയും വേഗം ഒന്ന് കല്യാണം കഴിച്ച് കാണുന്നതാണ്. അതുപോലെ പറഞ്ഞാണ് ഇപ്പോൾ പ്രാക്ടീസിലേക്ക് വിളിക്കുമ്പോൾ ചിലർ പറയില്ല ആദ്യം കൈവെക്കും. ബിക്കോസ് അവർക്ക് വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. കമ്മിറ്റ്മെന്റ്സ് ഉള്ളവരായിരിക്കും ഇങ്ങനെ ആലോചിച്ച് തലവൊക്കെ ചെയ്യുന്നത്. അത് അവിടെ നിന്ന് വന്നതാന്ന് തോന്നുന്നു. ഓക്കെ, കല്യാണം കഴിയാത്ത കുഞ്ഞു പിള്ളേർക്കാണ് മടി. പ്രാക്ടീസിന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം കൈവെക്കുന്നത് അവരായിരിക്കും. നമുക്ക് ഇനിയൊരു പാട്ടും കൂടെ പാടിയാലോ? ഇനി ഏത് പാട്ടാണ്? അല്ല, എബിനെ കൊണ്ട് പാടിക്കാം. നമുക്ക് ഇങ്ങോട്ട് നിന്നാലോ? ഞാൻ ആക്ച്വലി കേട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അടിപൊളി. അപ്പോ ആക്ച്വലി ഇങ്ങനെ ഒരു പെർഫോമൻസ് ഇന്ന് വേണ്ടതായിരുന്നു. നമുക്ക് നോക്കാന്നല്ലേ? പറയാൻ പറ്റില്ല, ചിലപ്പം സർപ്രൈസ് അങ്ങനെയൊക്കെയാണോ പ്രോഗ്രാം പെട്ടെന്ന് ചാടി ഓൺ ദ സ്പോട്ട് അല്ലേ? അപ്പം ലാസ്റ്റ് എനിക്ക് അറിയത്തില്ല, ചൂണ്ടി കണ്ടിട്ടുണ്ടോന്ന്. ലാസ്റ്റ് വാട്ടർഫോർഡ് ഉള്ളൊരു ഷോയുടെ ഷെജിൻ്റെ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് അയർലൻഡിലുള്ള ഒരു ബാൻഡിൻ്റെ അത്രയും റീച്ച് കിട്ടിയ ഒരു വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ വീഡിയോ സർപ്രൈസ്ഡ് ആയിരുന്നു, ഫുള്ളി അൺപ്ലാൻഡും സർപ്രൈസും ആയിരുന്നു. ഓഡിയൻസിൽ നിന്ന് വന്ന ഒരു റിക്വസ്റ്റ് സോങ്. ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് ഇപ്പോഴത്തെ മോസ്റ്റ് റീസെൻ്റ്ലി ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സോങ്ങാണ്. ബട്ട് ഷെജിൻ അത് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എന്ന് സ്റ്റേജ് റാമ്പിൽ ഇരുന്ന് ഓഡിയൻസിൻ്റെ കൂടെ അത് പാടിയപ്പോഴത്തേന് എൻ്റെ ഒരു ഫീൽ തന്നെ ഭയങ്കര ഇതാണ്. അങ്ങനെ പലപ്പോഴും പല സ്റ്റേജിലും അങ്ങനെ ഓരോ സർപ്രൈസസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ ഒരു മ്യൂസിക്കൽ ബാൻഡ് എന്ന നിലയിൽ ആളുകളോട് അറിയിക്കാനായിട്ട് നിങ്ങളുടെ ലിസണേഴ്സിനോട് പ്രേക്ഷകരോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അങ്ങനെ ഒരു കാര്യമുണ്ടോ? എന്താണ് ഞാൻ ചോദിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ഞങ്ങളോട് ഈ ചോദ്യം ചോദിക്കണം എങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതാവാം. കാരണം നമുക്ക് ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് ചോദ്യം അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ ഇതുവരെ അതിനൊരു കോംപ്രമൈസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.
കാരണം ഓരോ നൊട്ടേഷനും ഓരോന്ന് ഡ്രംസ് ആയാലും റിതം സൈഡായാലും മെലഡി സൈഡായാലും വായിച്ചിട്ട് പോയാൽ മതി എന്നുള്ളൊരു മൈൻഡ്. ഇതുവരെ ട്രാക്ക് ഇടാനോ ഒരു USB കൊണ്ട് പോകാനോ ഞങ്ങൾ ഇതുവരെ ഈ ബാക്ക് ബെഞ്ചേഴ്സ് ഇതുവരെ മുതിർന്നിട്ടില്ല എന്ന് ഞാനിതുവരെ മനസ്സിലാക്കിയാണ്. അങ്ങനെ തന്നെ പോകണം. കണ്ടോ, ഇത്രയും നല്ലൊരു പോയിന്റ് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു. അപ്പൊ താങ്ക് യു സോ മച്ച് മേജൻ. എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടോ? എന്തുണ്ട് ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ഇനിയിപ്പം നമ്മൾ ഇമ്പ്രൂവ്മെന്റ്സിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞല്ലേ, ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ട്രെയിനിങ്ങോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ലൈക്ക് ഒരു മ്യൂസിക് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു താളം എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഇപ്പം റാപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു കണ്ടന്റ് എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു പ്രിപ്പറേഷൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ഒരു തീം അൺപ്ലഗ്ഡ് ആയിട്ട് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞല്ലോ, അപ്പോൾ ഒരു തീം ഉണ്ടോ? ആ തീം ബേസ് ചെയ്തിട്ട് നിങ്ങൾ അത് എല്ലാവരും ഇവർ ഓരോരുത്തരും അതിന് ആ ഒരു ഹോംവർക്ക് ചെയ്യുന്ന ജോണി. എല്ലാവരും ഒരു ഗ്രൂപ്പിൽ ഡിസ്കഷൻസ് നടക്കും, അവരവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യും. അതിനെ ബേസ് ചെയ്ത് ഷിബിന് അവരോരോരുത്തർ അതിൻ്റെ നോട്ട്സ് അല്ലെങ്കിൽ ഏതൊരു രീതിയിലാണ് പോകുന്നത്. നമ്മളെ എല്ലാ സോങ്സിനെയും എടുത്തിട്ട് നമ്മുടേതായിട്ടൊരു വേർഷനിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇവരുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിനെ വെച്ച് ഗ്രൂപ്പിൽ കുറച്ച് ഡിസ്കഷനും അവരവരുടെ പാട്ട് വീട്ടിലിരുന്ന് പ്ലേ ചെയ്ത് ഹോംവർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ പ്രാക്ടീസ് സെഷൻ ഇരിക്കുമ്പോൾ വന്നിട്ട് ആ കമ്പൈൻഡ് ആയിട്ടൊരു ജാമിങ് സെഷൻ വരുമ്പോൾ അതിൽ നിന്നും കുറേ ഇംപ്രൂവൈസ് ചെയ്യും. പിന്നെ അത് തന്നെ ഓരോ വർഷവും ഓരോ സ്റ്റേജും കഴിയുമ്പോൾ വീണ്ടും ഇംപ്രൂവൈസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തന്നെ ഫസ്റ്റ് സ്റ്റേജ് തൊട്ട് കേട്ടിട്ടുള്ള ഏതെങ്കിലും പാട്ടുകൾ ഇപ്പോൾ എടുത്ത് നോക്കിയാൽ അതിലെ ഡിഫറൻസ് ആണ്. അത് തമ്മിൽ ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് ആയിരിക്കും കേട്ട് നോക്കിയാൽ. അതെ 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 എല്ലാവരും അത് ഹോംവർക്ക് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും. ഓരോ സോങ്സിനും ഭയങ്കര ഹാർഡ് വർക്ക്. അത് എന്നാന്നറിയോ, ഈ ഓഡിയൻസിനെ കേൾക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല. അത് അവരുടെ മിസ്റ്റേക്ക് അല്ല. കാരണം നമ്മൾ ട്രാക്ക് ഇട്ട് അല്ലെങ്കിൽ കരിയോക്കെ പാട്ട് ചെയ്യുന്ന പോലെയല്ല, ഒരു പാട്ടിനെ കംപ്ലീറ്റ്ലി ട്യൂൺ ചെയ്ത് അല്ലെങ്കിൽ അത് സ്ട്രക്ചർ ചെയ്ത് നമ്മുടെ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിൽ ചാലഞ്ച് 5-6 ഇൻസ്ട്രുമെന്റ്സ് മാത്രമാണ് ഇരിക്കുന്നത്. മറ്റേത് നമ്മളൊരു സോങ് നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻസ്റ്റാ റീൽസ് ഇതൊക്കെ ഒത്തിരി പോപ്പുലറാണ്. നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റിയ സോങ്സ് പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിലേക്ക് വരും. പക്ഷെ അതൊക്കെ ഒത്തിരി ഇലക്ട്രോണിക്കലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് കൂടാണ്. അത് മൊത്തം ഇൻസ്ട്രുമെന്റ്സിൽ ഇരുന്ന് വായിക്കുക എന്ന് പറയുമ്പോഴത്തേനും പണ്ടത്തെ ഇപ്പം ചിത്രചേച്ചിയുടെ ഒക്കെ പഴയകാല കൺസേർട്സ് കണ്ടിട്ടില്ല, അതിൽ സ്റ്റേജ് നിറച്ച് ഒരു 25 ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുന്നതായിരിക്കും. എന്നാലേ ആ ഒരു കംപ്ലീറ്റ് എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അത് ഇന്നെന്ന് പറഞ്ഞാൽ ഒരു 4 ഇൻസ്ട്രുമെന്റ്സ് അല്ല 5 ഇൻസ്ട്രുമെന്റ്സിലാണ് ബാൻഡ് പ്ലേ ചെയ്യേണ്ടത്. അപ്പം ഈ കംപ്ലീറ്റ് എഫക്റ്റ് കൊണ്ടുവരുന്നത് ഭയങ്കര ഒരു ചാലഞ്ചുമാണ്. അത് ഓഡിയൻസ് പലപ്പോഴും മനസ്സിലാകത്തില്ല. ഓഡിയൻസ് വിചാരിക്കും ഏതെങ്കിലും ഒരു സോങ് പെട്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താ പാടിക്കൂടെ എന്നുള്ള, അല്ലെങ്കിൽ ഇപ്പം ഓരോന്നുണ്ടല്ലോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സോങ്. അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഒരു സോങ്ങിനെ സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരുന്ന അത് എന്നാ ഒരു കുട്ടിയെ വെറുത്ത് ആ ഒരു സ്റ്റേജിൽ കൊണ്ടിരുന്ന പോലാണ്. അത് നമ്മൾ അതിനെ ഇരുന്ന് പണിത് ഇവർ കുറെ കഷ്ടപ്പെട്ടാണ് ആ ഒരു സോങ്ങിനെ സ്റ്റേജിൽ കൊണ്ടുവരുന്നത്. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്താ കൊണ്ടിരുന്നത്. അവരുടെ മൈക്രോഫോണുള്ള ഓക്കെ. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളെ ചോദിക്കട്ടെ, നിങ്ങളുടേതായിട്ടൊരു മ്യൂസിക് കമ്പോസ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ നിങ്ങളുടെ ബാക്ക് ബെഞ്ചേഴ്സ് സിഗ്നേച്ചർ ആയിട്ട് ഏതെങ്കിലും സോങ് എന്തെങ്കിലും ഒരു OG? അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രോജക്ട്സിനകത്ത് ഒറിജിനൽ നമ്മുടെ ഓൺ ഒരു സോങ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ സമയം ഭയങ്കര ഒരു ചാലഞ്ച് ആയിട്ടുണ്ട്. ടൈം എല്ലാവരും വർക്കിംഗ് ആണ്. ഞാനടക്കം ഇതിൽ വർക്കിംഗ് അല്ലാത്ത ആരുമില്ല. അതൊരു ലക്കി തിങ്ങുമാണ്. അല്ല, അതിൽ OG എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു OG ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാഗമാണ് ആപേരി രാഗം എന്ന് പറയും. ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഭയങ്കര ഫീലുള്ള രാഗമാണ്. അപ്പൊ അതിലേറ്റവും ഫീലുള്ള ഒരു കീർത്തനമാണ് നക്കുമോ എന്നുള്ളൊരു പാട്ട്. അത് നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലോ. പ്രണവ് മോഹൻലാലിന്റെ പിന്നെ പുതിയ വെർഷനുണ്ട്, മോഹൻലാലിന്റെ ചിത്രം മൂവിയിൽ അതിന്റെ ഏറ്റവും പഴയ വെർഷനുണ്ട്. അപ്പൊ അതിനെ ഇൻസ്പയർ ചെയ്ത് ഞങ്ങളതൊരു കവർ ആക്കി ഇറക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് സ്റ്റൈൽ. അത് ഐ മീൻ ആ കവർ കംപ്ലീറ്റ്ലി ആസ് എ ബാൻഡ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. 2 വരി പാടുന്നെങ്കിൽ പാടാൻ നോ പ്രോബ്ലം. അപ്പൊ അത് ഞങ്ങളൊരു കവറായിട്ട് ഇറക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്കമിങ് പ്രോജക്റ്റിൽ ഓൾറെഡി ഉള്ളത് പെർഫോം ചെയ്യുന്നത്. നഗരാജുനിയ നദി വിനിവേ ഗാചനലേരു നഗരാജുനിയ ആ നദി വിനിവേ
గాచనలేరు జగవాణి కిలకు బహుదూరం బని నావో జగమేలే జగమేలే పరమాత్మాయవనీలో మొరలుడుతూ వకపూతకు జానను నన్నేను కోరా త్యాగరాజు ముఖని నగుమో ఓ గణలే జాలి తెలిసి నగుమో ఓ గణలే జాలి తెలిసి నన్ను ప్రోనజవ శ్రీ రఘువరనే నగుమో